ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് കേട്ടോ. കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുൻപിലായിട്ട് ചെറിയൊരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ പില്ലർ വർക്കിനായിട്ടാണ് ഈ കുഴികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് 3-4 ദിവസമായിട്ട് പണിയില്ല. കാരണം എന്താ വെച്ചാൽ പില്ലറിനായി എടുത്ത ഈ കുഴികളിലൊക്കെ ഒരാൾക്ക് അരഭാഗത്തോളം വെള്ളമാണ് നിൽക്കുന്നത്. അപ്പോൾ പാടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ വെള്ളം നിന്നിരുന്ന നല്ല എന്താ പറയുക, മീനൊക്കെ നല്ല ഓടിക്കളിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ വേനൽ കടുത്തു, നമ്മുടെ മാർച്ചൊക്കെ ആയപ്പോൾ വെള്ളം മുകൾ ഭാഗത്ത് പറ്റിയപ്പോൾ പണി തുടങ്ങിയതാണ്. പക്ഷേ പണി തുടങ്ങിയവർക്ക് അമളി പറ്റിപ്പോയി. കുഴിച്ചു വന്നപ്പോൾ വെള്ളം കിനിയാൻ തുടങ്ങി. ഏകദേശം അവർക്ക് ഒരു കിണറിൻ്റെ പരുവത്തിൽ തന്നെ അവർ കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പണിക്കാവശ്യമുള്ള വെള്ളമൊക്കെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നുള്ള ഒരു അവസ്ഥയാണ്. അതായത് പണിക്കാവശ്യത്തിനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് കുഴിച്ച കുഴിയാണ്. അപ്പോൾ അതിലും ഏകദേശം ഒരു കിണറിൻ്റെ സമാനമായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ 4 ദിവസമായിട്ട് പണി നിർത്തി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പണി നിർത്തിയതാണ്. വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു, ഞായറും കഴിഞ്ഞു, ഇന്ന് തിങ്കളാണ്. തിങ്കളാഴ്ചയും വെള്ളം അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം പണി തുടരാനും പറ്റിയിട്ടില്ല, പണിക്കാർ വന്നിട്ടുമില്ല. ഇടയ്ക്ക് എഞ്ചിനീയറും സ്ഥലത്തിൻ്റെ ഉടമസ്ഥരും അത് നോക്കിയിട്ട് പോകും. എന്താണ് സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് അവർ പോകുന്നുണ്ട്. ഞങ്ങളും ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കന്ന് ഏകദേശം ഏപ്രിൽ മെയ്യോട് കൂടിയാണ് പണി തുടങ്ങിയത്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റിയ ലെവലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പില്ലറിന് വേണ്ടിയിട്ട് കുഴി ആഴത്തിലെടുത്ത സമയത്ത് ഇതേപോലെ കുറച്ച് ദിവസം വെള്ളം കെട്ടി നിന്നിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വേനലിൻ്റെ കടുപ്പം കൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി, നമ്മുടെ തറപ്പണിയൊക്കെ പെട്ടെന്ന് തീർത്തു. പിന്നെ അതിന് ശേഷം ഏകദേശം തറ 1-2 വർഷത്തോളം അങ്ങനെ കിടന്നതിന് ശേഷമാണ് നമുക്ക് വർക്ക് തുടങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ആങ്സൈറ്റിയാണ്. നമ്മളതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ എന്താ പറയുക, മാനസിക ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട് കണ്ടോ, കുട്ടികളെല്ലാവരും ഈ പണിസ്ഥലത്ത് നോക്കി നിൽക്കുകയാണ്. ആർക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നതും അതേപോലെ തന്നെ മോന് ഫുട്ബോൾ കളിച്ചിരുന്നതൊക്കെ ഈ സ്ഥലത്താണ്. പക്ഷേ ഇപ്പോൾ ഒന്നിനും പറ്റില്ല, കാരണം നിറയെ കുഴികളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു ടാസ്ക്കാണ്. പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ കൂനായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുക എന്ന് തന്നെ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ മുകളിലൂടെ നടന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൽ ഈ വെള്ളം നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതേ അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോയതാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീടിന് മുൻവശത്ത് നമ്മുടെ എന്താ പറയുക, ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഈ ഒരു പണി നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് നിരപ്പായി കിടക്കുന്ന സ്ഥലമായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് വെള്ളം അതിൻ്റെ എന്താ പറയുക, ഏറ്റവും അടിഭാഗത്തു നിന്നുള്ള ഉറവ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് എത്ര ദിവസമാകും ഈ വെള്ളം വറ്റാൻ, അല്ലെങ്കിൽ ഇതൊരു കോരി ഒഴിച്ചിട്ട് പണി തുടങ്ങുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ 4 ദിവസമായിട്ട് പണിയില്ല. ഇനിയിപ്പോൾ എന്നവർക്ക് പണി തുടങ്ങാൻ പറ്റുന്നു എന്നതിനെക്കുറിച്ചും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു കുറച്ച് ജെല്ലിയും എന്താ പറയുക എംസാൻഡൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. പണി എത്രയും പെട്ടെന്ന് തുടരണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അവരെല്ലാം വർക്കും കാര്യങ്ങളും 10-12 പണിക്കാരും കാര്യങ്ങളും എല്ലാവരുമായിട്ടാണ് വന്നത്. പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ തുടങ്ങിയിട്ടുള്ളതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഭൂമിയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഭൂമിയുടെ അടിയിലുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയുടെ അടിഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് മുന്നോട്ടുള്ള ഊർജം. അപ്പോൾ എല്ലാവരും അത് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഈ നായ്ക്കൾ വന്നിട്ട് മാന്തിയിട്ടൊക്കെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.